PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 13 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെ ഏത് നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അടുത്തിടെ തീരുമാനിച്ചത്? കുനാർ നദിയിൽ. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെ ഏത് നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അടുത്തിടെ തീരുമാനിച്ചത്? കുനാർ നദിയിൽ. കാബൂൾ നദിയുടെ പ്രധാന പോഷക നദിയാണ് കുനാർ. അപ്പോൾ കാബൂൾ നദിയുടെ പ്രധാന പോഷക നദിയാണ് കുനാർ. ഹിന്ദുക്കുഷ് മലനിരകളിൽ നിന്നിട്ടാണ് കുനാർ ഉത്ഭവിക്കുന്നത് കേട്ടോ. ഹിന്ദുക്കുഷ് മലനിരകളിൽ നിന്നാണ് കുനാർ ഉത്ഭവിക്കുന്നത്. പാകിസ്ഥാനിൽ ചിത്രയാൽ എന്നാണ് കുനാർ നദിയെ അറിയപ്പെടുന്നത്. പാകിസ്ഥാനിൽ ചിത്രാൽ എന്നാണ് കുനാർ നദിയെ അറിയപ്പെടുന്നത്. 450 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഈ നദിയാണ് പാകിസ്ഥാനിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കൃഷിക്കുള്ള ജലം എത്തിക്കുന്നത്. അപ്പോൾ 480 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഈ നദിയാണ് പാകിസ്ഥാനിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കൃഷിക്കുള്ള ജലം എത്തിക്കുന്നത്. 3 ദശകങ്ങൾക്ക് മുൻപ് നടന്ന ഏത് കൂട്ടക്കൊലയുടെ അന്വേഷണ റിപ്പോർട്ടാണ് 2025 നവംബർ 25 ആസാം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്? ദില്ലി കൂട്ടക്കൊല. 3 ദശകങ്ങൾക്ക് മുമ്പ് നടന്ന ഏത് കൂട്ടക്കൊലയുടെ അന്വേഷണ റിപ്പോർട്ടാണ് 2025 നവംബർ 25 ആസാം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്? ദില്ലി കൂട്ടക്കൊല. അനധികൃത കുടിയേറ്റത്തിനെതിരെ 1979 to 1985 കാലത്ത് നടന്ന ആസാം പ്രക്ഷോഭത്തിനിടെ 1983 ഫെബ്രുവരി 18 ഒറ്റ രാത്രിയിലാണ് ദില്ലിയിലും സമീപത്തെ 14 ഗ്രാമങ്ങളിലുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടത്. പ്രത്യേക സമുദായത്തിൽപ്പെട്ട 2000-നും 3000-നും ഇടയിലുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടതായാണ് അനൗദ്യോഗിക കണക്ക്. അപ്പോൾ അനധികൃത കുടിയേറ്റത്തിനെതിരെ 1979-85 കാലത്ത് നടന്ന ആസാം പ്രക്ഷോഭത്തിനിടെ 1983 ഫെബ്രുവരി 18 ഒറ്റ രാത്രിയിലാണ് ദില്ലിയിലും സമീപത്തെ 14 ഗ്രാമപ്രദേശങ്ങളിലുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല ചെയ്യപ്പെട്ടത്. പ്രത്യേക സമുദായത്തിൽപ്പെട്ട 2000-നും 3000-നും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടതായാണ് അനൗദ്യോഗിക കണക്ക്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ TP തിവാരി 1984 മെയ്യിൽ സമർപ്പിച്ച റിപ്പോർട്ട് സാമൂഹിക സാഹചര്യങ്ങൾ പരിഗണിച്ച് പുറത്തുവിടേണ്ടതില്ലെന്ന മുൻ സർക്കാരുകളുടെ തീരുമാനമാണ് മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ കർമ്മ തിരുത്തിയത്. അപ്പോൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ TP തിവാരി 1984 മെയ്യിൽ സമർപ്പിച്ച റിപ്പോർട്ട് സാമൂഹിക സാഹചര്യങ്ങൾ പരിഗണിച്ച് പുറത്തുവിടേണ്ടതില്ലെന്ന മുൻ സർക്കാരുകളുടെ തീരുമാനമാണ് മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ തിരുത്തിയത്. രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകി മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? അയോധ്യയിലെ സരയൂ നദീതീരത്ത് കേട്ടോ, UP കേട്ടോ. രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകി മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? അയോധ്യയിലെ സരയൂ നദീതീരത്ത്, UP കേട്ടോ. ഇതിഹാസത്തിലെ 50 കഥാപാത്രങ്ങളുടെ പ്രതിമകൾ മെഴുകി മ്യൂസിയത്തിലുണ്ട്. ഇത്തരത്തിലുള്ള ലോകത്തെ ആദ്യ മ്യൂസിയമാണിത്. അപ്പോൾ ഇതിഹാസത്തിലെ 50 കഥാപാത്രങ്ങളുടെ പ്രതിമകൾ മെഴുകി മ്യൂസിയത്തിലുണ്ട്. ഇത്തരത്തിലുള്ള ലോകത്തെ ആദ്യ മ്യൂസിയമാണിത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ: ഡോക്ടർ പ്രദീപ് തലാപ്പിൽ, മദ്രാസ് IIT; ഡോക്ടർ N ജയൻ, VSSC. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ: ഡോക്ടർ പ്രദീപ് തലാപ്പിൽ, ഡോക്ടർ N ജയൻ. 24 പേർക്കാണ് 2025 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഓക്കെ, അപ്പോൾ 25 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചത് 24 പേർക്കാണ്. 2023 സമ്മാനത്തുക ഒഴിവാക്കി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചത്. 2023 സമ്മാനത്തുക ഒഴിവാക്കി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചത്. 45 വയസ്സിന് താഴെയുള്ള ശാസ്ത്ര ഗവേഷകർക്കുള്ള വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം 14 പേർക്ക് ലഭിച്ചു. 45 വയസ്സിന് താഴെയുള്ള ശാസ്ത്ര ഗവേഷകർക്കുള്ള വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം 14 പേർക്ക് ലഭിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള വിജ്ഞാൻ രത്ന പുരസ്കാരം അടുത്തിടെ അന്തരിച്ച ജ്യോതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കറിന് മരണാനന്തര ബഹുമതിയായിട്ടും നൽകി. സമഗ്ര സംഭാവനയ്ക്കുള്ള വിജ്ഞാൻ രത്ന പുരസ്കാരം അടുത്തിടെ അന്തരിച്ച ജ്യോതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കറിന് മരണാനന്തര ബഹുമതിയായിട്ടും നൽകി. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഗതാഗത സർവീസാണ് ഭാരത് ടാക്സി.
സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഗതാഗത സർവീസാണ് ഭാരത് ടാക്സി. കേന്ദ്ര സഹകരണ മന്ത്രാലയവും ദേശീയ ഗവേണൻസ് ഡിവിഷനും സഹകരിച്ചാണ് സർവീസ് ആരംഭിക്കുക. ഡിസംബറോടെ രാജ്യത്തെ 20 നഗരങ്ങളിൽ സേവനം ലഭിക്കും. അപ്പോൾ കേന്ദ്ര സഹകരണ മന്ത്രാലയവും ദേശീയ ഗവേണൻസ് ഡിവിഷനും സഹകരിച്ചാണ് സർവീസ് ആരംഭിക്കുന്നത്. ഡിസംബറോടെ രാജ്യത്തെ 20 നഗരങ്ങളിൽ സേവനം ലഭിക്കും. ഡ്രൈവർമാരെ ഓഹരിയുടമകളാകാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യ സഹകരണ ടാക്സി സംവിധാനം കൂടിയാണിത്. അപ്പോൾ ഡ്രൈവർമാരെ ഓഹരി ഉടമകളാകാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യ സഹകരണ ടാക്സി സംവിധാനം കൂടിയാണിത് കേട്ടോ. ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം തായ്ലാൻഡ്. ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം തായ്ലാൻഡ്. മനോഹരമായ അല്ലെങ്കിൽ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് തായ് ഭാഷയിൽ മോൻത എന്ന പദത്തിന് അർത്ഥം. മനോഹരമായ അല്ലെങ്കിൽ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് തായ് ഭാഷയിൽ മോൻത എന്ന പദത്തിന് അർത്ഥം. കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ വിയോഗത്തിൽ എത്രാം വാർഷികമാണ് 2025 ഒക്ടോബർ 27 ആചരിച്ചത്? 50-ാം വാർഷികം. കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ വിയോഗത്തിൻ്റെ എത്രാം വാർഷികമാണ് 2025 ഒക്ടോബർ 27 ആചരിച്ചത്? 50-ാം വാർഷികം. 1975 ഒക്ടോബർ 27 47-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം കേട്ടോ. അപ്പോൾ 1975 ഒക്ടോബർ 27 47-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാമത്തെ അംഗമായി ചേർന്നത് കിഴക്കൻ ടിമോർ ആണ് കേട്ടോ. തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാമത്തെ അംഗമായി ചേർന്നത് കിഴക്കൻ ടിമോർ. 1967 ഓഗസ്റ്റ് 8 5 രാജ്യങ്ങളുമായി രൂപം കൊണ്ട കൂട്ടായ്മയാണ് ആസിയാൻ. ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, ലാവോസ്, മ്യാൻമാർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ്, വിയറ്റ്നാം, കംബോഡിയ എന്നിവയാണ് മറ്റംഗങ്ങൾ. 1967 ഓഗസ്റ്റ് 8 5 രാജ്യങ്ങളുമായി രൂപം കൊണ്ട കൂട്ടായ്മയാണ് ആസിയാൻ. ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, ലാവോസ്, മ്യാൻമാർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ്, വിയറ്റ്നാം, കംബോഡിയ എന്നിവയാണ് മറ്റ് അംഗങ്ങൾ. നിലവിൽ അധ്യക്ഷ പദവി വഹിക്കുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ആണ് കേട്ടോ. ആസ്ഥാനം ജക്കാർത്ത, ഇന്തോനേഷ്യ. നിലവിൽ അധ്യക്ഷ പദവി വഹിക്കുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമാണ്. അതിൻ്റെ ആസ്ഥാനം ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. വൺ വിഷൻ, വൺ ഐഡൻറ്റിറ്റി, വൺ കമ്മ്യൂണിറ്റി എന്നാണ് ആപ്തവാക്യം കേട്ടോ. വൺ വിഷൻ, വൺ ഐഡൻറ്റിറ്റി, വൺ കമ്മ്യൂണിറ്റി എന്നിവയാണ് ആപ്തവാക്യം. ജനപ്രാതിനിധ്യ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇപ്പോൾ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിലുള്ള അതായത് SIR പ്രവർത്തനം നടക്കുന്നത്? സെക്ഷൻ 21 പ്രകാരം. ജനപ്രാതിനിധ്യ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇപ്പോൾ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിനുള്ള പ്രവർത്തനം നടക്കുന്നത്? സെക്ഷൻ 21 പ്രകാരം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇതാണ് SIR എൻ്റെ ഫുൾ ഫോം കേട്ടോ. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്നാണ് SIRൻ്റെ പൂർണ്ണരൂപം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂ കേരളത്തിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ കേരളത്തിലെ എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. അതിൻ്റെ പിക്ചറാണ് കേട്ടോ നമ്മളിവിടെ കണ്ടത്. ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് കൂടിയാണിത്. 336 ഏക്കറിൽ 80 ഇനങ്ങളിലായി 534 ജീവികളെ ഇവിടെ പാർപ്പിക്കാനാവും. 336 ഏക്കറിൽ 80 ഇനങ്ങളിലായിട്ട് 534 ജീവികളെ ഇവിടെ പാർപ്പിക്കാനാവും. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃത്. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത്. ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെൻ്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന കൃതിക്കാണ് ബഹുമതി. 25,000 പൗണ്ടാണ് സമ്മാനത്തുക. ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻ്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന കൃതിക്കാണ് ബഹുമതി. 25,000 പൗണ്ടാണ് സമ്മാനത്തുക.
മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ വീണ്ടും അധികാരത്തിലെത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് പോൾ ബിയ. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ വീണ്ടും അധികാരത്തിലെത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് പോൾ ബിയ. തുടർച്ചയായി 8ാം തവണയാണ് 92കാരനായ പോൾ ബിയ ഈ പദവിയിലെത്തിയത്. തുടർച്ചയായി 8ാം തവണയാണ് 92കാരനായ പോൾ ബിയ ഈ പദവിയിലെത്തിയത്. 1982 മുതൽ പ്രസിഡന്റ് പദവി വഹിക്കുന്നു. അപ്പോൾ 1982 മുതൽ ഇദ്ദേഹം പ്രസിഡന്റ് പദവി വഹിക്കുന്നുണ്ട്. 1975 മുതൽ 7 വർഷം പ്രധാനമന്ത്രി ആയിരുന്നത് കൂടി കൂട്ടിയാൽ ലോകത്ത് ഏറ്റവും കൂടിയ കാലം അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരി എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് സ്വന്തം. അപ്പോൾ എന്താ പറഞ്ഞാൽ 1975 മുതൽ 7 വർഷം പ്രധാനമന്ത്രി ആയിരുന്നത് കൂടി കൂട്ടിയാൽ ലോകത്ത് ഏറ്റവും കൂടിയ കാലം അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരി എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് സ്വന്തം. ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം 2025 ഒക്ടോബറിൽ വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ചൈന. ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം 2025 ഒക്ടോബറിൽ വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ചൈന. CR 450 എന്നാണ് ട്രെയിനിൻ്റെ നിലവിലെ പേര്. അപ്പോൾ CR 450 എന്നാണ് ട്രെയിനിൻ്റെ നിലവിലെ പേര്. മണിക്കൂറിൽ 453 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ പരീക്ഷണയോട്ടം നടത്തിയത്. മണിക്കൂറിൽ 453 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ പരീക്ഷണയോട്ടം നടത്തിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2023 സുഖോയ് 13 MKIയിലും 2025 ഒക്ടോബർ 29 റാഫാലിലുമാണ് പറന്നത് കേട്ടോ. അപ്പോൾ 2023 സുഖോയ് 13 MKIയിലും 2025 ഒക്ടോബർ 29 റഫാലിലുമാണ് പറന്നത്. ഇതോടെ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച 3ാമത്തെ രാഷ്ട്രപതിയും 2ാമത്തെ വനിതാ രാഷ്ട്രപതിയുമായിട്ട് ദ്രൗപദി മുർമു. റഫാലിൽ ഒരു രാഷ്ട്രപതി ആദ്യമായിട്ടാണ് പറന്നത്. ഇതോടെ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച 3ാമത്തെ രാഷ്ട്രപതിയും 2ാമത്തെ വനിതാ രാഷ്ട്രപതിയുമായി ദ്രൗപദി മുർമു. റഫാലിൽ ഒരു രാഷ്ട്രപതി ആദ്യമായാണ് പറന്നത്. മുൻ രാഷ്ട്രപതിമാരായ APJ അബ്ദുൾ പ്രതിഭ പാട്ടീലും മുൻപ് സുഖോയ് 30 MKയിൽ പറന്നിരുന്നു. മുൻ രാഷ്ട്രപതിമാരായ APJ അബ്ദുൾ കലാമും പ്രതിഭ പാട്ടീലും മുൻപ് സുഖോയ് 30 MKയിൽ പറന്നിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടുതൽ സജഷൻസും അറിയിക്കുക. താങ്ക് യു.